ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫയേഴ്സിന്റെ മോക്ക് ടെസ്റ്റ് ആണ്. ഇനി വരാൻ പോകുന്ന PSCയുടെ എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും മാക്സിമം ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എത്ര മാർക്ക് കിട്ടിയെന്ന് കൂടി കമൻറ്റ് ചെയ്യുക. ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 17 മാർക്കാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി നടപ്പിലാക്കിയ പുതിയ തൊഴിലുറപ്പ് പദ്ധതി. കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി നടപ്പിലാക്കിയ പുതിയ തൊഴിലുറപ്പ് പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, VBG റാംജി. VBG റാംജിയാണ് കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി നടപ്പിലാക്കിയ പുതിയ തൊഴിലുറപ്പ് പദ്ധതി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി പുതിയ പദ്ധതി കൊണ്ടുവന്നതിൽ പ്രതിഷേധിച്ച് തങ്ങളുടെ സംസ്ഥാനത്തെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകൾക്കും മഹാത്മാഗാന്ധിയുടെ പേര് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം. കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി പുതിയ പദ്ധതി കൊണ്ടുവന്നതിൽ പ്രതിഷേധിച്ച് തങ്ങളുടെ സംസ്ഥാനത്തെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകൾക്കും മഹാത്മാഗാന്ധിയുടെ പേര് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ സി, കർണാടക. കർണാടകയാണ് കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി പുതിയ പദ്ധതി കൊണ്ടുവന്നതിൽ പ്രതിഷേധിച്ച് തങ്ങളുടെ സംസ്ഥാനത്തെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകൾക്കും മഹാത്മാഗാന്ധിയുടെ പേര് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: VBG റാംജിയുടെ പൂർണ്ണരൂപം. VBG റാംജിയുടെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ, വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ എന്നതാണ് VBG റാംജിയുടെ പൂർണ്ണരൂപം. നാലാമത്തെ ക്വസ്റ്റ്യൻ: VBG റാംജി ബില്ല് ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്ന്? VBG റാംജി ബില്ല് ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി, 2025 ഡിസംബർ 21. 2025 ഡിസംബർ 21 VBG റാംജി ബില്ല് ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പുവെച്ചത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: VBG റാംജി നിലവിൽ വന്നതെന്ന്? VBG റാംജി നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ, 2026 ജൂലൈ 1. 2026 ജൂലൈ 1 VBG റാംജി നിലവിൽ വന്നത്. അപ്പോൾ VBG റാംജി ബില്ല് ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2025 ഡിസംബർ 21. VBG റാംജി നിലവിൽ വന്നത് 2026 ജൂലൈ 1. ആറാമത്തെ ക്വസ്റ്റ്യൻ: VBG റാംജി പദ്ധതി പ്രകാരം കേരളത്തിലെ നിലവിലെ വേതനം. VBG റാംജി പദ്ധതി പ്രകാരം കേരളത്തിലെ നിലവിലെ വേതനം എത്ര രൂപയാണ്? ഉത്തരം ഓപ്ഷൻ സി, 401. 401 രൂപയാണ് VBG റാംജി പദ്ധതി പ്രകാരം കേരളത്തിലെ നിലവിലെ വേതനം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ: VBG റാംജി പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം. VBG റാംജി പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ഹരിയാന. 409 രൂപ. ഹരിയാനയാണ് VBG റാംജി പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം. വേതനം 409 രൂപ. അപ്പോൾ VBG റാംജി പദ്ധതി പ്രകാരം കേരളത്തിലെ നിലവിലെ വേതനമാണ് 401 രൂപ. VBG റാംജി പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന, 409 രൂപ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ: VBG റാംജി പദ്ധതി പ്രകാരം ഏറ്റവും കുറഞ്ഞ വേതനം എത്ര രൂപയാണ്? VBG റാംജി പദ്ധതി പ്രകാരം ഏറ്റവും കുറഞ്ഞ വേതനം എത്ര രൂപയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 300 രൂപ. 300 രൂപയാണ് VBG റാംജി പദ്ധതി പ്രകാരം ഏറ്റവും കുറഞ്ഞ വേതനം. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ: പുതിയ VBG റാംജി പദ്ധതി പ്രകാരം പുതുക്കിയ വാർഷിക തൊഴിൽ ദിനങ്ങൾ എത്രയാണ്? പുതിയ VBG റാംജി പദ്ധതി പ്രകാരം പുതുക്കിയ വാർഷിക തൊഴിൽ ദിനങ്ങൾ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 125. പുതിയ VBG റാംജി പദ്ധതി പ്രകാരം പുതുക്കിയ വാർഷിക തൊഴിൽ ദിനങ്ങളാണ് 125. അപ്പോൾ VBG റാംജി പദ്ധതി പ്രകാരം ഏറ്റവും കുറഞ്ഞ വേതനം എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ 300. പുതിയ VBG റാംജി പദ്ധതി പ്രകാരം പുതുക്കിയ വാർഷിക തൊഴിൽ ദിനങ്ങളാണ് 125. പത്താമത്തെ ക്വസ്റ്റ്യൻ: പുതിയ VBG റാംജി പദ്ധതി പ്രകാരം കേരളം ഉൾപ്പെടെയുള്ള സാധാരണ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സംസ്ഥാന ഫണ്ട് വിഹിതം എത്രയാണ്? പുതിയ VBG റാംജി പദ്ധതി പ്രകാരം കേരളം ഉൾപ്പെടെയുള്ള സാധാരണ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സംസ്ഥാന ഫണ്ട് വിഹിതം എത്രയാണ്?
ഉത്തരം ഓപ്ഷൻ ബി 60:40. 60:40 പുതിയ VBG രാംജി പദ്ധതി പ്രകാരം കേരളം ഉൾപ്പെടെയുള്ള സാധാരണ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സംസ്ഥാന ഫണ്ട് വിഹിതം. 11ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. കേരളത്തിലെ നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ KM ഷാജി. KM ഷാജിയാണ് കേരളത്തിലെ നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. അപ്പോൾ പുതിയ VBG രാംജി പദ്ധതി പ്രകാരം കേരളം ഉൾപ്പെടെയുള്ള സാധാരണ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സംസ്ഥാന ഫണ്ട് വിഹിതമാണ് 60:40. കേരളത്തിലെ നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് KM ഷാജി. 12ാമത്തെ ക്വസ്റ്റ്യൻ. രാജ്യവ്യാപകമായി ഉണ്ടായ പരീക്ഷാ ക്രമക്കേട് വിവാദങ്ങളെയും പ്രതിഷേധങ്ങളെയും തുടർന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് എന്ന്? രാജ്യവ്യാപകമായി ഉണ്ടായ പരീക്ഷാ ക്രമക്കേട് വിവാദങ്ങളെയും പ്രതിഷേധങ്ങളെയും തുടർന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി 2026 ജൂലൈ 25. 2026 ജൂലൈ 25-നാണ് രാജ്യവ്യാപകമായി ഉണ്ടായ പരീക്ഷാ ക്രമക്കേട് വിവാദങ്ങളെയും പ്രതിഷേധങ്ങളെയും തുടർന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്. 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ പുതിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റത്? ഇന്ത്യയുടെ പുതിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി പ്രഹ്ലാദ് ജോഷി. പ്രഹ്ലാദ് ജോഷിയാണ് ഇന്ത്യയുടെ പുതിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റത്. അപ്പോൾ രാജ്യവ്യാപകമായി ഉണ്ടായ പരീക്ഷാ ക്രമക്കേട് വിവാദങ്ങളെയും പ്രതിഷേധങ്ങളെയും തുടർന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് 2026 ജൂലൈ 25. ഇന്ത്യയുടെ പുതിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റത് പ്രഹ്ലാദ് ജോഷി. 14ാമത്തെ ക്വസ്റ്റ്യൻ. പ്രഥമ ഉമ്മൻചാണ്ടി സ്മാരക കാർഷിക പുരസ്കാരം ലഭിച്ച കർഷകൻ. പ്രഥമ ഉമ്മൻചാണ്ടി സ്മാരക കാർഷിക പുരസ്കാരം ലഭിച്ച കർഷകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ചെറുവയൽ രാമൻ. ചെറുവയൽ രാമനാണ് പ്രഥമ ഉമ്മൻചാണ്ടി സ്മാരക കാർഷിക പുരസ്കാരം ലഭിച്ച കർഷകൻ. 15ാമത്തെ ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ കേരള ലോട്ടറി ഒഫീഷ്യൽ. കേരള ലോട്ടറി ഒഫീഷ്യൽ എന്നതാണ് കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര്. അപ്പോൾ പ്രഥമ ഉമ്മൻചാണ്ടി സ്മാരക കാർഷിക പുരസ്കാരം ലഭിച്ച കർഷകനാണ് ചെറുവയൽ രാമൻ. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് കേരള ലോട്ടറി ഒഫീഷ്യൽ. 16ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിന്റെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി ചുമതലയേറ്റത്? കേരളത്തിന്റെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി ചുമതലയേറ്റത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ഡി സജിത് ബാബു. ഡി സജിത് ബാബു ആണ് കേരളത്തിന്റെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി ചുമതലയേറ്റത്. 17ാമത്തെ ക്വസ്റ്റ്യൻ. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഏകീകൃത നമ്പർ. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഏകീകൃത നമ്പർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 112. 112 രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഏകീകൃത നമ്പർ. അപ്പോൾ കേരളത്തിന്റെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി ചുമതലയേറ്റത് ഡി സജിത് ബാബു. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഏകീകൃത നമ്പറാണ് 112. 18ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വരുന്നത്? കേരളത്തിലെ ആദ്യത്തെ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ കണിച്ചാർ. കണിച്ചാറിലാണ് കേരളത്തിലെ ആദ്യത്തെ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വരുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ യുവാക്കളിൽ ശാരീരിക ക്ഷമത, ആത്മവിശ്വാസം, അച്ചടക്കം എന്നിവ വളർത്തുന്നതിനായി നടപ്പാക്കിയ പരിശീലന പദ്ധതി. കേരളത്തിലെ യുവാക്കളിൽ ശാരീരിക ക്ഷമത, ആത്മവിശ്വാസം, അച്ചടക്കം എന്നിവ വളർത്തുന്നതിനായി നടപ്പാക്കിയ പരിശീലന പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഓപ്പറേഷൻ കളരി. ഓപ്പറേഷൻ കളരിയാണ് കേരളത്തിലെ യുവാക്കളിൽ ശാരീരിക ക്ഷമത, ആത്മവിശ്വാസം, അച്ചടക്കം എന്നിവ വളർത്തുന്നതിനായി നടപ്പാക്കിയ പരിശീലന പദ്ധതി. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വരുന്നത് കണിച്ചാർ, കണ്ണൂർ. കേരളത്തിലെ യുവാക്കളിൽ ശാരീരിക ക്ഷമത, ആത്മവിശ്വാസം, അച്ചടക്കം എന്നിവ വളർത്തുന്നതിനായി നടപ്പാക്കിയ പരിശീലന പദ്ധതിയാണ് ഓപ്പറേഷൻ കളരി. 20ാമത്തെ ക്വസ്റ്റ്യൻ.
2026 ഓഗസ്റ്റിൽ ചൈനയിൽ കനത്ത നാശനഷ്ടം വിതച്ച ചുഴലിക്കാറ്റ്. 2026 ഓഗസ്റ്റിൽ ചൈനയിൽ കനത്ത നാശനഷ്ടം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഡോൾഫിൻ. ഡോൾഫിനാണ് 2026 ഓഗസ്റ്റിൽ ചൈനയിൽ കനത്ത നാശനഷ്ടം വിതച്ച ചുഴലിക്കാറ്റ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 20 ക്വസ്റ്റ്യൻസ്. എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഇന്ന് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്